മനക്ലേശമോ സങ്കടമോ ബാധിച്ചാൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി ഔ അല്ലംതു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅ്തർതഹു ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീ قلبي ونور صدري وجلاء حزني وذهاب همي. ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ ദുഃഖവും മനക്ലേശവും ഒക്കെ അല്ലാഹു അങ്ങ് നീക്കിക്കളയാതിരിക്കില്ല. വഅബ്ദലഹു മകാനഹു ഫറജാ, അവന്റെ വിഷമങ്ങളും പ്രതിസന്ധികൾക്കും പകരമായി കൊണ്ട് റബ്ബ് അവന്റെ മനസ്സിൽ തുറസ് നൽകും, അതല്ലെങ്കിൽ സന്തോഷം നൽകും. ഖീല, ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ നതഅല്ലമുഹാ, ഞങ്ങളിത് പഠിക്കണ്ടേ, ഇത് ഞങ്ങൾ പഠിക്കണല്ലോ എങ്കിൽ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, കേട്ടവരെ മുഴുവനും അത് പഠിക്കൽ അനിവാര്യമാണ്. കേട്ടു പോയാ പോരാ, പഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്ര ഖുതുബകളിലൂടെ, എത്ര പ്രസംഗങ്ങളിലൂടെ ഈ ദുആ നമ്മളൊക്കെ കേട്ടു. എത്ര പേർക്കറിയാം, എത്ര പേർക്കറിയാം. എന്നിട്ട് പറയും ടെൻഷനാണ്, സുഖല്ല, മനോവിഷമാണ്, ഉറക്ക് കിട്ടുന്നില്ല, പ്രയാസം പോകുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയുന്നില്ല, പ്രയാസം വേട്ടയാടാണ്, മനസ്സിന് ടെൻഷൻ വേട്ടയാടാണ്. എന്താ പരിഹാരം പറഞ്ഞ ചികിത്സ ചെയ്യാൻ ഒരുക്കമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, നിനക്ക് വിഷമുണ്ടോ, പ്രയാസമുണ്ടോ, ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ പുത്രനാണ്, അടിമയുടെ ദാസിയുടെ പുത്രനാണ്, എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണ്, എന്നിൽ നീയാണ് കാര്യങ്ങളൊക്കെ വിധിക്കുന്നത്, എന്റെ വിധി എന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നീ എന്റെ കാര്യത്തിൽ എന്തൊന്ന് വിധിച്ചാലും അത് നീതി മാത്രമാണ്, എനിക്ക് പരിഭവമില്ല റബ്ബേ. അദ്ലുൻ ഫിയ ഖദാഉക, നിന്റെ തീരുമാനങ്ങളൊക്കെ എന്നിൽ നീതിപൂർവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് റബ്ബേ, നിന്റെ സർവ്വ നന്മകളായ ഏറ്റവും നല്ല നിന്റെ നാമങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. ഖുർആൻ ഓതി എന്റെ ടെൻഷനാണ് പോണം, ഇനി ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്താവണം. ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഹൃദയവിശാലത. റബീഅ ഖൽബി വനൂറ സദ്രി, എന്റെ നെഞ്ചകത്തിന്റെ പ്രകാശം ഖുർആനാകണം. വജിലാഅ ഹുസ്നി, എന്റെ സങ്കടങ്ങളെ നീക്കിക്കളയുന്ന വസ്തുവാക്കണം ഈ ഖുർആനിനെ. വദഹാബ ഹമ്മി, എന്റെ മനക്ലേശങ്ങളെ നീക്കിക്കളയുന്ന നിലക്ക് ഖുർആനാകുന്ന ആ വലിയ പ്രകാശത്തെ നീ എന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചു തരണം. ഇതാര് തേടിയാലും അള്ളാഹു അവന്റെ സങ്കടങ്ങളെ നീക്കിയിട്ട് അവന് പകരം സന്തോഷവും അതുപോലെ തന്നെ അവന് ഹൃദയത്തിൽ വലിയ ഏറ്റവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യാതിരിക്കില്ല. ഇത് കേട്ടപ്പോഴാ സ്വഹാബത്ത് ചോദിച്ചു, എന്നാ പിന്നെ ഇത് പഠിക്കണല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ കഴിയുന്നവര് പഠിച്ചാൽ മതി, അത്ര വലിയ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നല്ല പറഞ്ഞത്. എൻബഗി, അതെ, അനിവാര്യമാണ് സഹാബിമാരെ, അനിവാര്യമാണ്. ലിമൻ സമിഅഹാ, ഇത് കേട്ടവരൊക്കെ അൻ യതഅല്ലമഹാ, അതിനെ പഠിച്ചെടുക്കൽ അനിവാര്യമാകുന്നു. എത്ര കേട്ടാലും നമ്മൾ പഠിക്കാൻ തയ്യാറല്ല, അല്ലേ? എങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന തെറ്റുകൂടാതെ, അർത്ഥഭംഗം വരുന്ന നിലക്ക് ഉച്ചരിക്കാതെ വളരെ കൃത്യമായി പഠിച്ച് ഏത് വിഷമം വരുമ്പോഴും ഇതിലങ്ങ് അഭയം തേടിക്കോ. ഇതങ്ങ് റബ്ബിനോട് പറഞ്ഞോ, ശാന്തി കിട്ടും. അതാണ് ഇസ്ലാം പറഞ്ഞ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ളവർക്ക് മുഴുവനും ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത് അല്ലാഹുവിനെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കുമ്പോഴാണ്. അതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരുകയുള്ളൂ.
മഹാനായ റബ്ബുൽ ആലമീൻ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ മറുമരുന്ന് മറ്റൊന്നും നമുക്കില്ല. ആ ഹൃദയത്തിന്റെ കൺട്രോള് സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കയ്യിൽ. അവനോട് പറയാ, അവനോട് സങ്കടം പറയാ, എന്തും നേരിടാനുള്ള ഒരു കരുത്തിന് വേണ്ടി മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക. റബ്ബ് നമുക്ക് ഉത്തരം തരും, സമാധാനം തരും. ആ പ്രതീക്ഷയോടെ അള്ളാഹു പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിലേക്ക് നടന്നെടുക്കുക, അല്ല ഓടിയെടുക്കുക. റബ്ബ് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാണ്.